ഓക്കെ, അപ്പോൾ ഹോസ്റ്റേജ് എടുക്കുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം അടുത്തത് MRS മീറ്റിംഗ് വിളിച്ച് അത് അയറിനോട് ചോദിച്ചാൽ മതി. ഇല്ല, നിങ്ങൾ പറ. ഞങ്ങൾ ഈ കുട്ടിയുടെ പുറകിലായിരുന്നു ഇന്ന്. ലൈക്ക് ഈ സംസാരമോ കാര്യങ്ങളോ അതും ഇതും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഏതോ ഇഷ്ടപ്പെടാൻ എന്താ പറഞ്ഞത്? ബാക്കി പറയണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ പറ. ബ്രോ ഞാൻ സംസാരിക്കില്ലേ? നിങ്ങൾ പറ. എടാ റോക്കിൽ നിക്കടാ. ബ്രോയ്ക്ക് ഫുള്ള് അറിയണോ? ഫുള്ള് കാര്യം അറിയണോ? അതോ ഇടയ്ക്ക് വെച്ച് പറയാൻ മതിയോ? അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന തീരുന്നിടം വരെ നിക്കണം. ഓക്കെ, നമ്മൾ അകത്ത് ഇവിടെ വണ്ടി സിറ്റി സൈഡിൽ തന്നെ വെച്ച് എന്തോ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയട്ടെ, എന്റെ പൊന്നു തീർന്നില്ല. അത് കാരണമല്ല, കാരണം പറയൂല്ലയോ അതിന് മുമ്പ് ഈ പറയാതെ. ഓക്കെ, അപ്പൊ പുള്ളിയെ കണ്ടിട്ട് സംസാരിക്കണം, എന്താ കാര്യം, എന്താ റീസൺ, അങ്ങനെ ഇത് ചോദിക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേർ ഇവന്റെ പുറകെ നടക്കുക. അത് വണ്ടി പിറ്റ് ചെയ്തോ അതും ഇതൊന്നുമില്ല, പുറകെ നടക്കുക ഫോളോ. ഈ കുട്ടി ഉടനെ പേടിയിൽ അങ്ങോട്ട് പോയി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ജീവന് ഭീഷണിയാന്ന് പറഞ്ഞത്. ഞാനും പീഡിപ്പോയത്. ആ ടൈമിലാണ് ഞാൻ സിറ്റിയിൽ വന്നത്. അപ്പൊ ഞാൻ വരുമ്പോ നമ്മുടെ കൂടെ ഉള്ള ഒരു പയ്യനെ കഫ് ചെയ്ത് നിർത്തിയേക്കുക. ഞാൻ പറയട്ടെ, അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു. അതല്ലാണ്ട് ഇവർക്കും അതും തമ്മിലൊരു ബന്ധമില്ല. നീ ആദ്യം അതായത് നിങ്ങൾ ഇവളുടെ പറയാ ആവശ്യമില്ലാണ്ട് പിറ്റേ നടക്കുന്നതുകൊണ്ട് അവർക്ക് ലൈഫിന് ത്രെട്ട് ഉള്ളതുകൊണ്ട് അവള് പീഡി ചെന്ന് വരാതെ പറഞ്ഞു. അവിടെ നിന്റെ കൂടെയുള്ള അവിടെ ചെന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരുത്തൻ പീഡിയുടെ അടുത്ത് എന്തോ പറഞ്ഞാണ് അവനെ കഫ് ചെയ്തത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഗ്യാങ്ങില് നട്ടലുള്ള ആണുങ്ങളില്ലയോ? അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ റോഹ, നമ്മള് തമ്മിൽ ഇതിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ജോണെ നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? അല്ല, നമ്മള് തമ്മിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പ്രശ്നം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഞാൻ പറഞ്ഞു നമ്മള് ഇവരുടെ കൂട്ടത്തിലുള്ളവർ വന്നിട്ട് ആ സിറ്റുവേഷൻ നീ ഒന്ന് പറഞ്ഞോടുത്തേ. ഞങ്ങള് MGയിൽ നിൽക്കുന്ന സമയത്ത്, ഞാനും DKയും MGയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി വണ്ടിയിൽ വന്നിട്ട് രണ്ടുപേര് പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. അപ്പൊ ഞാനും DKയും പിന്നെ ഞങ്ങൾ വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ സബ്മറീൻ ഹീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ആ അണ്ടർഗ്രൗണ്ട് അവിടെ ട്രിഗർ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോ അത് വേറെ ആരോ ഓൾറെഡി ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. നിങ്ങളുടെ വണ്ടി ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അവർ വണ്ടി നിർത്തി. അതിൽ തുത്തുരു ഉണ്ടായിരുന്നു, വേറൊരാളും ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. അപ്പൊ തുത്തുരു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു പയ്യൻ എന്തോ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോ അത് മോശമായിട്ടാണ് പറഞ്ഞത്, ആളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ആള് സിറ്റിയിലില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ആള് വരുമ്പോ ഞാൻ എന്താന്ന് കാര്യം ചോദിച്ചിട്ട് എന്താന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഞാൻ വിളിക്കാം, നമ്പർ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു 1000 വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ ശരിയെന്ന് പറഞ്ഞു. അവർ വണ്ടി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് വേറൊരു വണ്ടിയിൽ രണ്ടുപേരും വന്നിട്ട് നിങ്ങളാണോ PDയെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾ റോബറി അടിക്കാൻ വേണ്ടി വന്നാ, ഞങ്ങൾ പിന്നെ PDയെ വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ ഓക്കെ എന്ന് പറഞ്ഞു വന്നിട്ട് വണ്ടി പിറ്റ് ചെയ്തു. അത് അറിയാതെ പറ്റിയതാണ്. ഞങ്ങൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് ഡയമണ്ട് കസിനോടെ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്തോ പുതിയ ഹെലി എന്തോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെലിയിൽ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടപ്പോ നിങ്ങളുടെ വണ്ടി വന്ന് സൈഡിൽ നിർത്തിയിട്ട് ഒരാള് ഞങ്ങളുടെ വണ്ടിക്കകത്ത് കയറിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, പക്ഷെ ആ വണ്ടി സൈഡിൽ നിൽക്കുന്ന എന്താ പറയാ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടായാ പോരെ എന്ന് പറഞ്ഞു. അപ്പൊ ആള് വേഗം ഇറങ്ങി നിന്നിട്ട് വണ്ടി സൈഡിലേക്ക് മാറ്റിയിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ റോഡിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമായിരുന്നു, പേരെന്താന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെട്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നി, കയ്യിൽ തോക്കൊക്കെ എടുക്കണ കണ്ടപ്പോ. എന്റെ കയ്യിൽ ഞാൻ ആംഡല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പേടിയായ സമയത്ത് എന്റെ ബ്രദറാണ് ക്ലോസ്. ഞാൻ ക്ലോസിനോട് വരാൻ പറഞ്ഞു. അവൻ അവിടെ അപ്പുറത്തെ ഡ്രസ് ഷോപ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന് വരുമോ, എനിക്ക് പേടിയാവേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ബ്രദർ എന്നുള്ള രീതിയിൽ അവൻ വന്നു. അപ്പൊ ഇവൻ തന്നെ ചോദിച്ചു അയാളോട് പൊക്കോട്ടെ. അപ്പൊ ആള് പറഞ്ഞു പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ
പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോട്ടേന്ന് ചോദിച്ചപ്പോൾ ആ പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയ സമയത്ത് ആ ഇലക്ട്രീഷ്യൻ ജോബ് ഇല്ലേ, അതിന്റെ ആ ആലിയിൽ എത്തിയ സമയത്ത് നിങ്ങളുടെ 2 വണ്ടി വന്നിട്ട് ഞങ്ങളെ ഹാർട്ട് ബീറ്റ് ചെയ്തു. ഞങ്ങളുടെ വണ്ടി മറിഞ്ഞു. ആ വണ്ടി മറിഞ്ഞ സമയത്ത് ആംഡ് അല്ലാത്ത ഒരാള് ഇവര് ഗണ്ണെടുത്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? പോലീസ് വണ്ടി അവിടെ ഉണ്ടെങ്കിൽ ജീവന് പേടിയുണ്ട് എന്നും പറഞ്ഞിട്ട് പോലീസ് വണ്ടിയിൽ പോയി കയറല്ലേ ചെയ്യാ. അങ്ങനെ പോലീസിൽ കയറിയ സമയത്ത് അത് ഭാസ്കർ സാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ നേരെ പീഡിയിലേക്ക് പോയി. പീഡിയിൽ പോയ സമയത്ത് ക്ലോസിന് എന്തായാലും ലൈസൻസും എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കയറാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ആംഡല്ല, എന്നെ കൂടെ ഉള്ള ആളുടെ കാര്യം എനിക്ക് അറിയില്ല. ഞങ്ങൾ നേരെ പീഡിക്കകത്ത് കയറിയ സമയത്ത് ഈ ഒരു ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആരോ വന്നിട്ട് ഒരു സാറിന്റെ അടുത്ത് എന്തോ പറഞ്ഞു, ആള് കഫ് ചെയ്തെടുത്തു. അത് ആരാന്ന് പോലും എനിക്കറിയില്ല കഫ് ചെയ്തത്. ഞങ്ങളുടെ സിറ്റുവേഷൻ, ഞങ്ങൾക്ക് അത്രയും നിങ്ങൾ പറഞ്ഞ കസിനോട് അവിടെ വെച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ പി ഡി ചെന്നിട്ട് നിങ്ങളെതിരെ നമ്മൾ ആ രീതിയിൽ വന്ന് നമ്മൾ നിങ്ങളെ ഇതാക്കുന്ന വധഭീഷണി ഉണ്ട് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് നമ്മുടെ ഒരു മെമ്പറിനെ അങ്ങേര് കഫ് ചെയ്തിട്ട് 30-40 മിനിറ്റ് അവിടെ നിർത്തി. പക്ഷെ അത് എന്റെ പേരിലാണെന്ന് എന്തിനാ നിങ്ങൾ ഉറപ്പിച്ചത്? ആളോട് ചോദിക്കണ്ടേ? നിങ്ങളുടെ പേരിൽ തന്നെ ഞാനവിടെ പി ഡിയിലുണ്ടായിരുന്നു. ഓക്കെ, പി ഡിയിലുണ്ടായിരുന്ന ടൈമിൽ പി ഡി ഓഫീസർ ഇർവിന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. പി ഡി ഓഫീസറിന്റെ പറയട്ടെ പറഞ്ഞു. അതെ ഞാനത് കണ്ടതാ. അതെ നിങ്ങളുടെ ആ മെമ്പറാണ് പി ഡി ഓഫീസർ പറഞ്ഞ് മര്യാദയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ചെവിക്കലടിച്ച് കറക്കുമെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ റിപ്പീറ്റ് ചെയ്യണത്? അല്ല അത് പറഞ്ഞോണ്ടാണ് ഞങ്ങള് പറഞ്ഞോണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ബ്രോയുടെ പേരെന്തോ? ക്ലോസിന് നട്ടല്ലില്ലയോ? ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഗ്യാങ്ങിലുള്ള ഇഷ്യൂസ് എന്തിനാ ഈ പി ഡി ഇൻവോൾവ് ആക്കുന്നേ? നിങ്ങളുടെ ഗ്രൂപ്പില് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞില്ലയോ? അത് പി ഡി നമ്മൾ തമ്മിലുള്ള സിറ്റുവേഷൻ പി ഡിയെ വലിച്ചോട്ട് പോയി. ഞാനാണ് പി ഡിയിൽ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ കേട്ടല്ലോ ലീഡർ അല്ല, ഇത്ര മതി. നിക്ക് ക്ലോസ് ഇനിയും ഉണ്ടായിരുന്നു. ക്ലോസിന് ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള സിറ്റുവേഷൻ പി ഡിയിൽ കൊണ്ടുപോയി. നിങ്ങളുടെ ക്ലോസ് തന്നെ പറഞ്ഞ് പുള്ളിയെ കംപ്ലൈന്റ് എഴുതി കൊടുത്തതിന് പി ഡിക്കാരൻ ഞങ്ങളുടെ അടുത്ത് മോശമായിട്ട് സംസാരിച്ച് നമ്മുടെ ഒരു മെമ്പറിനെ ഏകദേശം 30-40 മിനിറ്റ് കഫ് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അവന് നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. അത് അയാളുടെ വായുടെ പ്രശ്നമല്ല. നിങ്ങളിപ്പോ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോ ഒന്ന് പറയട്ടെ ബ്രോ, ഒന്ന് പറയണോന്ന് കേക്കാവോ? നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോ പ്രഷറോ വല്ല ഉണ്ടോ, വല്ല അസുഖം വല്ല ഉണ്ടോ നിനക്ക്? ഞാനൊരു കാര്യം പറയട്ടെ, എടാ നിന്റെ നിക്കറിനകത്ത് ഞാൻ ഇച്ചിരി ഐസ് കെട്ടിട്ട് തരട്ടെ? എടാ ഞാൻ ഇച്ചിരി നിക്കറിൽ ഐസ് കെട്ടിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലീഡർ ആരെയും നടുക്കണേ സംസാരിക്കാൻ താല്പര്യം അവര് ഓക്കെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടേക്ക്, അല്ലാണ്ട് കോണ അടിക്കാനാണ്. അല്ല ഇത് ഞാനൊരു കാര്യം പറയട്ടെ, പി ഡി സിറ്റുവേഷൻ സിവിലിയൻ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ഗ്യാങ് സിറ്റുവേഷൻ ആവണേ. നിങ്ങളോട് ഗ്യാങ് ഏതാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ MRX എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ 2 പേരെ അപ്പൊ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ പറയട്ടെ 2 പേരായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഗ്യാങ് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ആ ടൈമില് കുട്ടീനെ അടിച്ചിടുകയോ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? വണ്ടീനെ പിറ്റ് ചെയ്ത സിറ്റുവേഷൻ ആണ്. അത് ഗ്യാങ് സിറ്റുവേഷൻ ആയത്. ഒരു കാര്യം നിങ്ങളത് കുട്ടി പറഞ്ഞായിരുന്നു നിങ്ങൾ 2 പേരെ ഉള്ളെന്നല്ലോ. എനിക്കറിയോ നിങ്ങൾ ഇത് ഗ്യാങ് സിറ്റുവേഷൻ ആക്കാൻ വേണ്ടിട്ടാണ് വരുന്നതെന്ന് എനിക്കറിയോ.
പരിചയപ്പെടുന്ന നമ്മള് പോലെയാണ് സംസാരിച്ചത്. നമുക്ക് പരിചയപ്പെടുന്ന പോലെ. അതിന്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ എന്താണ് കാര്യം എന്ത് പറഞ്ഞില്ലേ? വാക്കാണ് ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആളൊന്ന് വിളിച്ചിട്ട് അയാൾക്ക് എന്ത് പറഞ്ഞതാണ് ഒഫൻഡഡ് ആയെന്നൊന്ന് ചോദിക്കാവോ? എന്റെ പൊന്നു ബ്രോ, ഞാൻ ആ സിറ്റുവേഷനിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ ഡാനി ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞതാണ് ഒഫൻഡഡ് ആയത്. അത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു കുരുത്തം കട്ടണില്ലയോ ഇവൻ ഈട് നീക്കി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനകത്ത് എന്ത് പറയുന്നതാണ് എനിക്ക് അറിയത്തില്ല. ഇവൻ വാ തുറന്നത് എനിക്ക് ഇഷ്ടമല്ല. മീറ്റിംഗ് ഏരിയ അല്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടേന്. മീറ്റിംഗ് വിളിച്ചത് സംസാരിക്കാൻ പറ്റുമോ? ആദ്യ കഴിവുള്ള ആദ്യ തലക്കത്ത് ഞാൻ ഒരു കാര്യം പറട്ടെ ബ്രോ, നിങ്ങൾക്ക് ഗാങ്ഹെഡ്സിന്റെ മീറ്റിംഗിന്റെ റൂൾസ് അറിയാവോ? മീറ്റിംഗിൽ റൂൾസ് അറിയാം. അതായത് റൂൾസ് അറിയാം. വന്ന് സംസാരിക്കാം. നീ തൊള്ള തുറക്കണെന്തിനാ? നിങ്ങൾ ചെയ്യാവുള്ള കേട്ടല്ലോ, ഞങ്ങൾ ഗാംഗോസിൽ കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. കേട്ടില്ല എന്താണ് എന്നിട്ട് പറ ഡയലോഗ് അടി, ഒന്ന് ജയിക്ക്, ജയിച്ചിട്ട് ഡയലോഗ് അടിക്കും കേട്ടാ. നിന്റെ കേട്ടല്ലോ, പീഡിയെ വിളിച്ചോണ്ട് വരല്ലേ കേട്ടോ, പീഡിയെ വിളിച്ചോണ്ട് വരല്ലേ കേട്ടോ. കേട്ടോ, നിങ്ങളുടെ ഗ്യാങ്ങിൽ നട്ടല്ലില്ലാത്ത ആണുങ്ങളെ നാളെ റിക്രൂട്ട് ചെയ്യും. അതാ നല്ലത്. ഒരെണ്ണം ജയിച്ചിട്ടാ ഞാൻ തിരിച്ചടി കിട്ടത്തില്ല എന്നുള്ളൊരു പേടിയല്ലേ നിനക്കൊക്കെ? അതിന്റെ ധൈര്യത്തിലല്ലേ മീറ്റിംഗ് ഏരിയ കിടന്നിട്ട് വാ തുറന്നു കഴിഞ്ഞാല് തൂറിയന്മാര് മിണ്ടല്ലേ. ചെല്ല് വണ്ടി കയറി. എന്ത് ചെയ്യും കണ്ണെടുത്ത്? എന്ത് ചെയ്യും കണ്ണെടുത്തിട്ട്? എന്തേ പറ്റില്ലേ? പോയടാ ചെല്ല്, സൂര്യമാര് ചെല്ല്, സൂര്യമാര് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ കൂടെ എന്തോ ക്ലോസോ മറ്റേ പയ്യനെന്തോ അവനെ വിട്ടേക്ക് നമുക്ക്. പക്ഷെ അങ്ങനെ നമ്മള് കേട്ടോണ്ടിരിക്കാൻ പറ്റും. ഗ്യാങ്ങിനെ ട്രിഗർ ആക്കുന്നേ. വാർ വിളിക്കാന്ന് പറഞ്ഞു. അവന്റെ തെറ്റ് തന്നെ സമ്മതിച്ചു. മാത്തണ്ണ ക്ലോസോ എന്തുവാ? ഇല്ല പോട്ടെ. ഇവര് തന്നെ പറയുന്നത് മാത്തണ്ണ അവൻ ട്രിഗർ ആക്കുമെന്ന്. അവനെന്താ പറഞ്ഞു മാത്തണ്ണ? ഈ വൈറ്റ് തലമുടി എന്റെ പേരാണ് DK. ഞാനാണ് നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്.
ബ്രോന്റെ അടുത്ത് ഞാൻ മര്യാദ എനിക്ക് ആ, പറഞ്ഞോ, ക്ലോസിന്റെ അടുത്ത് മാത്രം എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് ആ ക്ലോസിനെ ഒന്ന് വിളിച്ചോണ്ട് വരൂ. ഹലോ ബ്രോ DK ബ്രോ അല്ല, ഹലോ, ക്ലോസിന്റെ അടുത്ത് നമുക്ക് മാത്രം DK വേറെ ബ്രോ. ഒന്നും വാസണ്ട. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഞാൻ ഇവിടെ മോശമായിട്ടോ ഒന്നും ഞാൻ സംസാരിക്കില്ല. ഓക്കെ, എനിക്ക് ആ അങ്ങനെയാണ്. ക്ലോസിനെ ഒന്ന് ഓക്കെ, സംസാരിക്കണം. ഞാൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഞാൻ എന്റെ വാക്ക് തെറ്റിക്കില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചോ? ഇനി DK ഞാൻ ബ്രോ ഒന്ന് ക്ലോസിനെ ഒന്ന് വിളിക്കും. ഞാനൊരു എടാ കാര്യം നമ്മള് പറയട്ടെ? ബാക്കി എല്ലാരും മാറി പറയാം, മാത്തന്നെ ഇവിടെ നിൽക്കണം, മാത്തന്നെ ഇവിടെ നിൽക്കണം, ഇല്ല, മാറി നിൽക്കണം. നമ്മള് മിണ്ടാണ്ടിരിക്കാം കുറച്ച് മാറി അത് ദൂരെ നിൽക്കും, ദൂരെ നിൽക്കുക, അത് പിന്നെ കിളിയാവും. വാമ ഒരു മിനിറ്റ്, ഇല്ല, ഇല്ല. ഞാൻ ഒന്ന് റേഡിയോ ഒന്ന് ഇറങ്ങാം. അതാ കുറച്ച് ദൂരെ നിൽക്കും. DK അല്ലെങ്കിൽ ബ്രോ. പിന്നെ നീ എന്തേലും പറയാം, അവൻ ഐറിന് trigger ഇവിടെ ആക്കും, വന്നിട്ട് നമ്മൾ പറഞ്ഞു. trigger ആവും, പിന്നെ അടിച്ചിടും. ഓക്കെ. ഞാനൊക്കെന്ത് പറയാനാ? അയറിന് ഇവിടെ വന്നിട്ട് പറഞ്ഞു PD അവന്മാര് ഇങ്ങോട്ട് trigger ആക്കിയോണ്ട് ഞാൻ പറഞ്ഞാലേ എടാ ഞാൻ രോഹ മിണ്ടാണ്ട് ഒന്ന് ഇവിടെ ഇരുന്നേനെ. വായടച്ചിരി. ആ, sorry. പറയാം ഈ അയറിന് ഇവിടെ വന്നിട്ട് PDയിൽ കംപ്ലൈന്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തം PDയുടെ മോന്തടിച്ച് ഇരിക്കുന്ന പറഞ്ഞപ്പോൾ ആ പുള്ളിനെ കഫ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അപ്പോഴത്തേക്ക് PD ഇവനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയറിൻ പറഞ്ഞു ഇവനാണെന്ന്. ഓക്കെ. ഇത് പറഞ്ഞപ്പോഴാണ് അവനെ പിന്നെയും കഫ് ചെയ്ത് അവിടെ പിന്നെയും ഡിലേ ആക്കിയത്. ഇത് ഏകദേശം 30 മിനിറ്റോളം അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. ഓഫീസർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതാ. ഓക്കെ, നമ്മൾ തെളിവെടുത്തോണ്ടിരിക്കുകയാണ്, ഈ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു. ഓക്കെ. ഗണ്ണൊന്നും പോയിട്ടില്ലായിരുന്നല്ലോ. ഗണ്ണൊന്നും പോയിട്ടില്ല. കണ്ണ് പോകേണ്ട സ്റ്റേജ് ആയി മാമ അത് ശരിക്കും. ഓക്കെ, ഇതാ മറ്റേ ആ ക്ലോസ് എന്ന് പറഞ്ഞവന്റെ അടുത്തൊന്ന് പറയാൻ സമ്മതിക്കണില്ല. പിന്നെ ഒരു നടുക്ക് വേറെ ഒരുത്തനെ വന്ന് നിൽക്കാനുണ്ടായിരുന്നു. ഇവൻ ഈ കിടന്ന് ഈ കൊണ പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, ഇവൻ ഈ പറയാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ പോലും ഇല്ല. അതാണ് പറയാൻ പറ്റാത്തത്. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ. ആ കൊച്ചു കംപ്ലൈന്റ് ചെയ്ത് PD ചോദിച്ചപ്പോഴത്തേക്കും അതേന്ന് പറഞ്ഞു. ഓക്കെ, നേരത്തെ കഫ് ചെയ്തതില് പിന്നെ ഡിലേ എന്റെ റീസൺ ഈ കൊച്ചി യെസ് പറഞ്ഞോണ്ടാ. ഓക്കെ. അതിന്റെ പേരിലാണ് ഹോസ്റ്റേജ് എടുത്തത്. ഓക്കെ, സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്റ്റാർട്ടിങ്ങില് 2 പേരെ ഉള്ളൂ എന്ന് നമുക്കറിയാം. നമ്മൾ അടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. MRX ആണോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് PDയിൽ എത്തിയപ്പോഴത്തേക്കും നിങ്ങൾ ആള് കൂടി ഗ്യാങ് വണ്ടിയൊക്കെ വന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് അടിയും ഹോസ്റ്റേജും എല്ലാം നടന്നേക്കണത്. ഇതൊക്കെ ഒന്ന് ആ പുള്ളിക്ക് തലക്ക് ബോധം ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ. ഇപ്പൊ അവനെന്തേലും വിളിക്കാൻ പറഞ്ഞു. അവനെന്തായാലും വിളിച്ചോ, വരാൻ കാരണം അവൻ ചുമ്മാ ഈ ശിഖണ്ഡിയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശിഖണ്ഡിന്നോ? പറഞ്ഞോണ്ടിരിക്കും. കേട്ടില്ലേ? മീറ്റിംഗ് അത് ഞാൻ കേട്ടില്ല. ഇതൊരു നോർമൽ സിറ്റുവേഷൻ അല്ലയോ? ടോക്സിക്, വൈ ദിസ് ടോക്സിക്? അല്ല അത് വേറെ ഒന്നല്ല. നിങ്ങൾ ബ്രോ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കോലീഡർ ഉണ്ടല്ലോ, പുള്ളി പൊളിയാട്ടോ, ഒന്നും പറയല്ല. പുള്ളി മാത്തണ്ണ നമ്മള് ഹോസ്റ്റേജ് എടുത്ത് നമ്മൾ 20 മിനിറ്റ് ഹോസ്റ്റേജ് എടുത്ത് കാണും. അതിനകത്ത് 5 മിനിറ്റ് നമ്മൾ ഒരു ഹോസ്റ്റേജ് ബേസിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പാട്ട് പാടി ചില്ലായിരുന്നു നമ്മള്. ഒരു 5 മിനിറ്റ് ഒരു വട്ടം നമ്മള് ഇവന്മാരായിട്ട് അടിച്ച് എന്നിട്ട് ഇവന്മാര് വാറുണ്ട് നമ്മളെ ഗ്യാങ് ഹൗസിൽ വന്നിട്ട് മറ്റേ പാർട്ടി നടത്തിയിട്ട് അവന്മാര് പോയി. അതറിയോ? ഇത്രയും നല്ല ആൾക്കാരാ. ഈ 2-3 എണ്ണം വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയത്. അതാണ് ഈ ക്ലോസറ്റ് ഒക്കെ കഴിയുമ്പോ ബാക്കി വന്നെ ഈ കീടില്ലേ 0.1%. അതിലൊന്നാണ് പറയണ്ടേ. പോയടാ അവൻ പോയടാ. ഇതൊക്കെ മോശമാണ്. ബാക്കി അവന്റെ തലേന്ന് മാറുന്നില്ല. പാമ്പ് പിടിച്ച് പ്രേതം പിടിച്ചെന്ന് പറയുന്ന പോലെ ബഗ്ഗി പിടിക്കണേ. ബഗ്ഗി പിടിച്ച് ഫുൾ ടൈം നിന്റെ തലയുടെ മണ്ട കേട്ടു. അതെ അതെ, വല്ലാത്ത വിട്ടുപോണില്ല. എടാ ബാക്കിയുള്ളവരെ വെൽക്കം ചെയ്തോ? ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് MRX വാറ് വിളിക്കും, ഒരു അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ വാറ് കാണാം കുറച്ചുണ്ട്. 20 മിനിറ്റ് മീറ്റിംഗ് ഒക്കെ